ഹലോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവുകയാണേ. ഇവിടുന്ന് ഒരു 1.5 മണിക്കൂറാണ് അങ്ങോട്ടുള്ളത്. ഹെൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചേ ഉള്ളൂ അവരുടെ വീട്ടിലേക്ക്. അപ്പോൾ ഹെൻഡ് വരെ 1.5 മണിക്കൂറാണ്. അപ്പോൾ ഞങ്ങൾ വെള്ളിയാഴ്ച സ്കൂളൊക്കെ വിട്ട് പിള്ളേർ വന്നു കഴിഞ്ഞപ്പം റെഡിയായി ഞങ്ങൾ ഇറങ്ങി. ഇത് ബ്രസൽസ് ആണ്. അപ്പം ബ്രസൽസ് എന്ന് പറയുന്നത് നമ്മുടെ ബെൽജിയത്തിൻ്റെ ക്യാപിറ്റലാണ്. ഒത്തിരി വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെ. അപ്പോൾ ഇവിടെ തന്നെ 3 റെയിൽവേ സ്റ്റേഷനുണ്ട് ബ്രസൽസിൽ തന്നെ. ബ്രസൽസ് സൗത്തും ബ്രസൽസ് നോർത്തും പിന്നെ ബ്രസൽസ് സെൻട്രലും. ആ 3 റെയിൽവേ സ്റ്റേഷനും അത്യാവശ്യം വലിയ റെയിൽവേ സ്റ്റേഷനാണ്. പിന്നെയെന്ന് പറയുന്നത് ഇവിടെ 22 പ്ലാറ്റ്ഫോമാണ് ഉള്ളത്. അപ്പം ഇത് എനിക്ക് നിങ്ങളെ മൊത്തം കാണിച്ചു തരാൻ പറ്റില്ല, കാരണം കുഞ്ഞുങ്ങളായിട്ട് വന്നുകൊണ്ട് തന്നെ ഞാൻ നിൽക്കുന്നതിന് ചുറ്റുപാട് മാത്രമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പം ഒരു വലിയ റെയിൽവേ സ്റ്റേഷനാണിത്. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് ഒന്നെങ്കിൽ മെഷീൻ വഴി നമുക്ക് ടിക്കറ്റ് എടുക്കാം. എല്ലായിടത്തോടെയും മെഷീൻ വെച്ചിട്ടുണ്ടാവും. അപ്പം മെഷീൻ വഴി നമുക്ക് ഒരു ടിക്കറ്റ് എടുക്കാം. ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഒരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. അതല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ബീന്ന് എഴുതിയ ഒരു ഓഫീസ് കാണുന്നില്ലേ നിങ്ങൾ, അപ്പോൾ ആ ഓഫീസിൽ വെച്ച് നമുക്ക് ടിക്കറ്റ് എടുക്കാം. അതായത് ഓഫീസിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ട്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് നമുക്ക് നേരിട്ട് ആൾക്കാരുടെ വഴി, അതായത് ഹെൽപ്പ് ചെയ്യുന്ന അവർ വഴി തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ കൂടുതലായിട്ടും ആൾക്കാരെടുക്കുന്നത് SNCB എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വഴിയാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ വഴിയാകുമ്പോൾ നമുക്ക് ഫോണിൽ നിന്ന് തന്നെ ടിക്കറ്റ് എടുക്കാം. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എപ്പം വേണമെങ്കിലും ടിക്കറ്റ് എടുക്കാം. അങ്ങനെ, അതായത് നമ്മൾ ട്രെയിനിൽ കയറുന്നതിന് മുന്നേ തന്നെ ടിക്കറ്റ് എടുക്കണം. അതാണ് ഏറ്റവും എളുപ്പമുള്ള ഒരു വഴി എന്ന് പറയുന്നത്. ഇനി ഇതൊന്നും അല്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാർഡ് കിട്ടും. 10 ടിക്കറ്റിൻ്റെ ഒരു കാർഡാണ്. അപ്പോൾ നമ്മൾ കയറുന്നതിന് മുന്നേ നമ്മൾ ഡേറ്റും കയറിയ സ്ഥലവും ചെന്നെത്തുന്ന സ്ഥലവും നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലവും ട്രെയിനിൽ കയറുന്നതിന് മുന്നേ തന്നെ എഴുതിയിട്ട് കയറുവാണെങ്കിൽ അങ്ങനെ നമുക്ക് ടിക്കറ്റിൽ അത് 10 ജേർണിക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതിൻ്റെ റേറ്റ് ഞാൻ ഓർക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. എന്താണെങ്കിൽ ഞങ്ങൾ അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഓർത്തു എന്നാൽ എന്തെങ്കിലും കഴിക്കാനും, കാരണം അവിടെ ഒത്തിരി കടകളുണ്ട്. അപ്പം കുട്ടികൾക്ക് നോർമലായിട്ടും ഫുഡിൻ്റെ കടകൾ കാണുമ്പോൾ വിശപ്പ് കൂടുമല്ലോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും സ്നാക്സ് വാങ്ങിക്കാമെന്ന് ഓർത്ത് പോയി. അവിടെ ചെന്നപ്പോൾ നല്ല ക്യൂ ആയിരുന്നു. ഞങ്ങൾക്ക് പിന്നെ 15 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ തന്നെ ട്രെയിൻ വരാനായിട്ട്. എന്താണ് ഞങ്ങൾ സ്നാക്സൊക്കെ വാങ്ങിച്ച് തിരിച്ച് വന്നപ്പോഴത്തേക്കും ട്രെയിൻ വന്നു കേട്ടോ. പിന്നെ ട്രെയിനിൽ കയറി ഹെൻഡിൽ ചെന്നപ്പോഴത്തേക്കും അവളുടെ ഹസ്ബൻഡ് വന്ന് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവരുടെ വീട്ടിലെത്തി. വീട്ടിൽ ചെന്ന വഴി തന്നെ പിള്ളേർ പെട്ടെന്ന് അവിടുത്തെ കുട്ടികളുമായിട്ട് സിങ്കായി. അവർ ഭയങ്കര കൂട്ടായി. അവരിടയ്ക്ക് കാണാറുണ്ട്. പിന്നെ വീഡിയോ കോളിലും വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പേരുകളൊക്കെ പറഞ്ഞൊക്കെ അവർക്കറിയാമല്ലോ. അങ്ങനെ പരിചയക്കുറവൊന്നുമില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ അവരുമായിട്ട് കൂട്ടായി. അപ്പം ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴല്ലേ ചെന്നത്. പിന്നെ കുറച്ച് നേരമൊക്കെ അവർ കളിക്കുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്ത് അങ്ങനെ പെട്ടെന്ന് തന്നെ ടൈമൊക്കെ പോയി. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അന്ന് പിന്നെ അങ്ങനെയും കിടന്നുറങ്ങി കേട്ടോ. പിന്നെ രാവിലെ ആയപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചമ്മന്തിയായിരുന്നേ. ദോശയും ചമ്മന്തി എന്ന് പറഞ്ഞപ്പം ഞാൻ ഓർക്കുന്നു അവളുടെ അമ്മച്ചി പറഞ്ഞൊരു ടിപ്പ്. അവൾ അങ്ങനെയായിരുന്നു ഉണ്ടാക്കി. അതായത് ഉഴുന്നും അരിയൊക്കെ അരയ്ക്കുന്ന കൂട്ടത്തിൽ ഒരു 1/2 ഗ്ലാസ് ചെറുപയറും കൂടെ അരയ്ക്കുവാണെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടം അല്ലല്ലോ, അല്ലെങ്കിൽ ചെറുപയറൊക്കെ കഴിക്കാൻ മടിയുള്ള പിള്ളേരുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്ക് അത് അങ്ങനെ ടേസ്റ്റ് അങ്ങനെ അറിയത്തേ ഇല്ല, നമുക്കത് രുചി വ്യത്യാസവും തോന്നത്തില്ല. അതുകൊണ്ട് അങ്ങനെയായിരുന്നു അവൾ ഉണ്ടാക്കിയിരുന്നത്. അത് ഭയങ്കര ഇഷ്ടമായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പിള്ളേരും കഴിച്ചു, നമുക്കും അങ്ങനെ രുചിയൊന്നും അറിയാനില്ല. അപ്പോൾ അത് നല്ലൊരു ടിപ്പായിട്ട് തോന്നി. പിന്നെ ഞങ്ങൾ രാവിലെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. ഞാൻ എപ്പോഴും ഓർക്കും, മാസത്തിൽ ഒന്നെങ്കിലും ഒരു ഫ്രണ്ടിനെ കാണുമോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് വീട്ടിലേക്ക് വരുമോ. അത് നമ്മളുമായിട്ട് നമ്മുടെ ക്യാരക്ടറൊക്കെ മനസ്സിലാക്കുന്നവർ, നമ്മളെ കേൾക്കുന്നവരൊക്കെ ആയിരിക്കണം കേട്ടോ. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഒരു 50% പ്രശ്നങ്ങളും മാറുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ചെറിയൊരു വെയിലുണ്ടായിരുന്നു. അപ്പം പിള്ളേർ പുറത്തിറങ്ങുവാന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പം ഞാനോടത്ത് തന്നെ ഗാർഡൻ കാണിച്ചു തരാമെന്ന്. സമ്മറാണെങ്കിൽ നല്ല രസമായിട്ടോ, നിറച്ച് പൂക്കളും ചെടികളൊക്കെയുള്ള ഗാർഡനാണ്. ഇത് അവരൊരു വാഴ ഉണ്ടായിരുന്നതാണ് അവർക്ക്. പക്ഷേ തണുപ്പായതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ചൂട് സമയത്ത് നല്ല ഇലകളൊക്കെ ആയിട്ട് നന്നായിട്ട് നിൽക്കുന്നതാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ചെമ്പരത്തിയാണ്. അതിൻ്റെ പല കളറുണ്ട്. ഇനി സമ്മർ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ പിള്ളേരൊക്കെ നന്നായിട്ട് അത്യാവശ്യം കളിച്ചു. 2 ദിവസം അടിപൊളിയായിട്ട് അങ്ങ് പോയി. ഞായറാഴ്ച ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പിന്നെ തിരിച്ചു പോകണമായിരുന്നു, കാരണം തിങ്കളാഴ്ച സ്കൂളുണ്ടായിരുന്നു. അതുകൊണ്ട് ഞായറാഴ്ച വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങളെ ഹെൻഡ് വരെ അവർ കൊണ്ടുപോയി വിട്ടു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് ട്രെയിനിന് പോകുന്നു കേട്ടോ. നിങ്ങൾക്ക് വീക്കെൻഡ് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.